എൻ്റെ ആദ്യ നോവലായ കാക്കത്തമ്പുരാട്ടി പുസ്തകമാകുന്നതിന് മുമ്പ് തന്നെ സിനിമയാക്കാൻ ഒരു ശ്രമം ഉണ്ടായി. അങ്ങനെയാണ് ഞാൻ മെല്ലാൻ സ്റ്റുഡിയോയുമായിട്ട് ആദ്യം ബന്ധപ്പെടുന്നത്. വി സുബ്രഹ്മണ്യ മുതലാളിയോട് ആരോ ഈ നോവലിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ജനയുഗം ഓണം വിശാഖപ്രതിയിൽ വന്ന പൂർണ്ണ നോവലായിട്ട് വന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ തിരക്കഥാകൃത്തായിട്ടാണ് ഞാൻ വരുന്നത് ആദ്യം സിനിമയിൽ. പക്ഷേ അത് നടന്നില്ല, അത് സമരം നടന്നില്ല. കഥയിൽ ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് വലിയ താല്പര്യം ഉണ്ടായില്ല. അപ്പോൾ അത് നടന്നില്ല. പക്ഷേ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയ കൂട്ടത്തിൽ ഞാൻ ഒരു 6 പാട്ടുകൾ ഒരു സന്ദർഭം ഉണ്ടാക്കി അവിടെ പാട്ടുകൾ എഴുതി വെച്ചു. ആ പാട്ടുകൾ വായിച്ചപ്പോഴാണ് സുബ്രഹ്മണ്യ മുതലാളിക്ക് എൻ്റെ പാട്ട് കൊള്ളാം എന്ന് തോന്നി. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ കഥ ഞാൻ എടുക്കണമെങ്കിൽ കഥയിൽ ഞാൻ പറയുന്ന മാറ്റം വരുത്തണം, അല്ലാതെ നിങ്ങൾ മാറ്റം വരുത്താൻ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾക്ക് പാട്ട് എനിക്കിഷ്ടപ്പെട്ടു, നിങ്ങളുടെ പാട്ട് രചനാ രീതി എനിക്കിഷ്ടപ്പെട്ടു. ഇതിൽ ഞാൻ കാണുന്ന ഒരു വ്യത്യസ്തത, ഇത് പി ഭാസ്കരൻ എഴുതുന്ന പോലെയല്ല, വയലാർ എഴുതുന്ന പോലെയല്ല. അതുകൊണ്ട് എനിക്കിത് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഒരു ഫിലോസോഫിക്കൽ ടച്ച്, അതെനിക്ക് 24 വയസ്സേ ഉള്ളൂ, പക്ഷേ ഒരു ഫിലോസോഫിക്കൽ ടച്ചുള്ള ഈ വരികൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നീട് അദ്ദേഹം കാട്ടുമല്ലിയിൽ എനിക്ക് പാട്ടുകൾ എഴുതാൻ അവസരം തന്നു. അങ്ങനെയാണ് ഞാൻ ഗാനരചയിതാവായിട്ട് സിനിമയിൽ വരുന്നത്. ഗാനരചയിതാവായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിനുള്ള ഒരു ഭൂമിക തയ്യാറായി. എനിക്ക് സിനിമയിൽ ഞാൻ വന്നു. അപ്പോൾ ഇനി എൻ്റെ ആഗ്രഹങ്ങൾ ചിലപ്പോൾ നടത്താൻ സാധിക്കും. അപ്പോൾ സ്വപ്നം കണ്ടു തുടങ്ങി പടം ഡയറക്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച്. ഇതിനെല്ലാം കാരണം വെച്ചാൽ എൻ്റെ കുട്ടിക്കാലം മുതൽ എൻ്റെ മനസ്സിലൊരു മാതൃക കലാകാരൻ പി ഭാസ്കരനായിരുന്നു. ഭാസ്കർ മാസ്റ്ററുടെ കവിതകളും ഭാസ്കർ മാസ്റ്ററുടെ പാട്ടുകളും കേൾക്കുമ്പോൾ അദ്ദേഹം സംവിധാനം ചെയ്യുന്ന സിനിമ കാണുമ്പോൾ എനിക്കെന്തുകൊണ്ട് ഒരു ഭാസ്കർ മാസ്റ്ററെ പോലെ ആയിക്കൂടാ എന്നുള്ള അത് ഇപ്പം മനസ്സുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു ഗുരുവായിട്ട് കണ്ടിട്ടാണ് ഞാൻ മുമ്പോട്ട് പോയത്. 73 ഒക്ടോബറിലാണ് ഞാൻ സ്വന്തമായിട്ടൊരു സിനിമ സംവിധാനം ചെയ്യാൻ തുടങ്ങുന്നത്, 1973. അതായത് ചന്ദ്രകാന്തം എന്ന എൻ്റെ സിനിമ.